ഇനി കേരളത്തിലേക്ക് വരികയാണ്. KR സാജു തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. സാജു, ഒരുപക്ഷെ ആദ്യ ലാപ്പ് നേരത്തെ തന്നെ CPM LDF പിന്നിട്ട് കഴിഞ്ഞതാണ്. അവർക്ക് കുറെ കൂടി നേരത്തെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞു. അക്കാര്യത്തിൽ അവർക്ക് അതൊരു ഊർജം തന്നെയാണ്. ഇപ്പോൾ ഈ റോഡ് ഷോയൊക്കെ അവർ ഒരുപാട് വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പിറകിലാണ്, മീൻസ് ദിവസങ്ങളെടുത്താണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയതെങ്കിൽ കൂടിയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ അധികം തർക്കങ്ങളില്ലാതെ അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് UDF-നകത്തും വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഇലക്ഷൻ ക്യാമ്പയിനുള്ളൊരു വിഷയം അത് സെറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ അതിന് തീയതി കുറിക്കപ്പെട്ടെങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയ ഒരു പ്രചാരണം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ടോ? എത്ര നാൾ CAയിൽ തന്നെ തുടരാൻ മുന്നണികൾക്ക് കഴിയും? സാജു, ആദ്യഘട്ടത്തിൽ വീണ് കിട്ടിയ ഒന്ന് എന്ന നിലയിൽ CAA ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അതിൽ വലിയ വോട്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് LDF-ഉം UDF-ഉം തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ പാകപ്പിഴകൾ ഉണ്ടായാൽ അത് ന്യൂനപക്ഷ വോട്ടുകളിലും മറ്റും ഉണ്ടാക്കാവുന്ന അടിയൊഴുക്കുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെയാണ് ആ ഒരു ഭയം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് CAA ഏറ്റവും അതിശക്തമായി ആരാണ് ഉയർത്തുന്നത് എന്ന കാര്യത്തിലുള്ള മത്സരമാണ് LDF-ഉം UDF-ഉം തമ്മിൽ ഇപ്പോൾ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ CAA വിരുദ്ധ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുക എന്നിടത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നൈറ്റ് മാർച്ചുകൾ നടത്തുക എന്നിടത്തേക്കാണ് LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ പോകുന്നത്. പ്രത്യേകിച്ച് LDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധം ഈ ഘട്ടത്തിൽ എന്തു വന്നാലും സംസ്ഥാനത്ത് CAA നടപ്പിലാക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. അതിനെ ആവർത്തിച്ചുപയോഗിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ CAA വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിൻ്റേത് എന്ന് ഊട്ടിയുറപ്പിച്ച് പറയാനുള്ള ശ്രമം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ UDF-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ നേതാക്കൾ സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാം ഫോക്കസ് CAA വിരുദ്ധ നിലപാട്, കേന്ദ്ര സർക്കാർ CAA കൊണ്ടുവന്നതിലുള്ള എതിർപ്പ്, അതിനോട് തങ്ങൾ ഏറ്റവും ശക്തമായി തന്നെ പ്രതികരിക്കുന്നു എന്ന് ഫീൽഡിൽ വോട്ടർമാർക്കിടയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തോളമാണ് പ്രചാരണത്തിന് ലഭിക്കുന്നത്. അത്രയും ഒരു ദീർഘമായ കാലയളവ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി ഒരു കാടടച്ചുള്ള പ്രചരണ പരിപാടികളിലേക്ക് പോകാൻ കുറച്ചുകൂടി ദിവസമെടുക്കും. അതുവരെയും ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഒരു പ്രചരണ രീതി പലയിടത്തും പരിശോധിച്ചാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ കുർബാനയും മറ്റും നടക്കുന്നിടത്ത് സ്ഥാനാർത്ഥികൾ പോകുന്നു. അങ്ങനെയുള്ള ചില മേഖലകളിൽ പോയി വോട്ടർമാരെ കാണുന്നു. ആ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലാണ് ഇന്ന് സ്ഥാനാർത്ഥികളുണ്ട്. ഈ ദീർഘമായ ദിവസങ്ങൾ എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ ഫീൽഡിൽ എത്തി അവർ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം ആയി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനകത്ത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹന പ്രചരണത്തിൻ്റെ, അതായത് പര്യടനങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും മറ്റു ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യം തന്നെ LDF എത്തി. തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ചില സർപ്രൈസുകൾ, കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഫീൽഡിൽ അതേ വേഗത്തിൽ ഓടിയെത്തുന്ന UDF-നെയും നമ്മൾ കണ്ടു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നത് കുറച്ച് കൂടുതൽ കരുതലോടുകൂടി മാത്രമേ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം പണമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ദിവസം കൂടുന്തോറും അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള പണം ചെലവഴിക്കേണ്ടി വരും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു തലവേദനയുമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ദിവസം രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഫോക്കസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രചാരണ രംഗത്ത് ഇപ്പോൾ CAA വിരുദ്ധ സമീപനം ഏറ്റവും ശക്തമായി ആരാണ് ഉന്നയിക്കുന്നതിലെ എന്നതിലെ പോരാണ് LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങൾ മാറി വരാം. പക്ഷേ അപ്പോഴും സംഘപരിവാർ വിരുദ്ധതയിൽ ആരാണ് മുൻതൂക്കം എന്ന കാര്യത്തിലായിരിക്കും LDF-ഉം UDF-ഉം ഊന്നുക എന്നതിൽ ഒരു സംശയവും വേണ്ടതില്ല. BJP ആകട്ടെ മോദിയുടെ വികസന സങ്കല്പങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുക എന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ആയുധപ്പുരയിൽ ഇതിലധികം അസ്ത്രങ്ങളും ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ ഉണ്ട്. അത് LDF-നെ സംബന്ധിച്ചിടത്താണെങ്കിൽ കേന്ദ്ര സർക്കാർ
സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നതിൽ ഊന്നി നിന്നുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതിൽ കോൺഗ്രസ് വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ആവേശം കാണിച്ചില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്രമാണ് എന്ന് സ്ഥാപിക്കാനായിരിക്കും സംസ്ഥാന LDF ഈ പ്രചരണ പരിപാടികൾ ഉടനീളം നടത്തുക. അതേസമയം UDF അതിന് ബദലായി സർക്കാരിൻ്റെ ദൂർത്തുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് കൂടിയായിരിക്കും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുക. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം അടക്കമുള്ളവ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ UDF എടുത്തു ഉപയോഗിക്കും എന്ന് ഉറപ്പാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം ആലോചനയോടുകൂടി മുന്നോട്ട് പോയി എന്ന കാര്യത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുന്ന ഇന്നലെ വൈകുന്നേരം ആ സമയത്തിന് തൊട്ട് മുമ്പ് വരെയായി സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ എന്ന് പരിശോധിച്ചാൽ മതി. ഏതാണ്ട് 3 നേരത്തെ മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ നേരത്തെ ഒരു ഗഡു കൊടുക്കുമെന്ന് പറഞ്ഞു, അതിനു പിന്നാലെ ഒരു ഗഡു കൊടുക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പെൻഷനുകൾ എന്നിവയൊക്കെ അനുവദിച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിക്ക് പണം അനുവദിക്കുന്നു. റബ്ബർ സബ്സിഡി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ പണം ഇറക്കാൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ കഴിയുമോ അതൊക്കെ ധനവകുപ്പ് ആ ദിവസം നൽകുന്നതാണ് കണ്ടത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള വഴികളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. സൈഫുദ്ദീൻ. ശരി, സാജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഫോക്കസ് പോയിന്റ്, അതായത് മുഖ്യ പ്രചാരണ വിഷയം CA ആണെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ വിഷയങ്ങൾ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.